ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. യെസ്, ആസ്റ്റൺ വില്ല വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. വളരെ അൺസീരിയസ് ആയിട്ട് ഞാൻ നോക്കിക്കാണുന്ന ഒരു മാച്ചിൻ്റെ പ്രിവ്യൂ ആണ് ഞാൻ സംസാരിക്കുന്നത്. എൻഡ് ഓഫ് ദ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ സ്കോർ പ്രിഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. പക്ഷേ എല്ലാത്തിനും മുന്നേ അഡ്വാൻസ് മെറി ക്രിസ്മസ്. ഈ വീഡിയോ സെറ്റപ്പ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ആലോചിച്ച സംഭവമാണ് ഒരു ക്രിസ്മസ് ട്രീ ബാക്കിൽ ഉണ്ടാവണം എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരു അഡ്വാൻസ് മെറി ക്രിസ്മസ്. ക്രിസ്മസിന് മുമ്പുള്ള നമ്മുടെ ഫസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള മാച്ചാണ് നമ്മുടെ. ഹോപ്പ്ഫുള്ളി നമ്മുടെ ടീം നമുക്ക് വേണ്ടി ഒരു അന്യായ ക്രിസ്മസ് പ്രസൻറ്റ് തന്നെ ഒരു വിന്നിലൂടെ തരുന്നു നമുക്ക് വിചാരിക്കാം. സോ എന്തായാലും നമുക്ക് മാച്ച് പ്രിവ്യൂലോട്ട് കിടക്കാം. വളരെ അൺസീരിയസ് ആയിട്ടുള്ള ഒരു മാച്ച് നടക്കാൻ പോവുകയാണ്. ആസ്റ്റൺ വില്ല വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നമ്മൾ ജയിച്ചാലും തോറ്റാലും സമനിലയായാലും ഒരു വിഷമം വിചാരിക്കേണ്ട. കാരണം ഈ കളി ജയിക്കാൻ സാധ്യതയില്ല. ഞാൻ വളരെ വ്യക്തതയോടുകൂടിയും സ്പഷ്ടതയോടുകൂടിയും പറയുകയാണ്, ഈ കളി നമ്മൾ ജയിക്കാൻ വളരെ സാധ്യത കുറവാണ്. അതല്ല, ഇതിലേതെങ്കിലും ആൾക്കാർക്ക് ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങിയ മുതൽ തന്നെ കാണുന്ന ഒരാൾക്കാർക്ക് ഈ കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ സ്കോർ പ്രിഡിക്ഷനും താഴെ കമൻറ്റ് ചെയ്യാം. എൻ്റെ സ്കോർ പ്രിഡിക്ഷൻ, ദിസ് മാച്ച് ഇസ് ഗോയിങ് ടു ബി 2-1 അല്ലെങ്കിൽ 3-1 വിക്ടറി ഫോർ ആസ്റ്റൺ വില്ല എന്നുള്ളതാണ്. കാരണം വളരെ ഹൈ ഫ്ലൈയിങ് ഫോമിൽ നടക്കുന്ന ഒരു ടീമാണ് ആസ്റ്റൺ വില്ല. കഴിഞ്ഞ 9 മത്സരങ്ങൾ അടുപ്പിച്ച് ജയിച്ച് വന്നിരിക്കുകയാണ്. അവിടെ ഏതെങ്കിലും ആസ്റ്റൺ വില്ലയുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ആൾ മുടി വെട്ടാൻ 5 ഗെയിം ജയിച്ചാലേ മുടി വെട്ടു എന്ന് ഏതെങ്കിലും പറഞ്ഞ വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ 2 പ്രാവശ്യം മുടി വെട്ടാനുള്ള അവസ്ഥ ഇപ്പോൾ നമ്മളായിട്ട് ഉണ്ടായി കൊടുക്കും. കാരണം ഇതും കൂടി ജയിച്ചു കഴിഞ്ഞാൽ ആസ്റ്റൺ വില്ല 10 കളി അടുപ്പിച്ച് ജയിക്കും. അങ്ങനെ 10 കളി അടുപ്പിച്ച് ജയിക്കുന്ന ഒരു ടീം എൻ്റെ അറിവിൽ സത്യം പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രീമിയർ ലീഗിൽ വളരെ വലിയ അച്ചീവ്മെൻറ്റാണ് 10 ഗെയിം അടുപ്പിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പോൾ ഒരു 4 കളി ജയിച്ചു, 5ാമത് കളി ഡ്രോ ആയി, അല്ലെങ്കിൽ 3 കളി ജയിച്ചു, പിന്നെ ഒരു ഡ്രോ, അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും കാണുന്ന സംഭവം. പക്ഷേ 10 കളി അല്ലെങ്കിൽ 9 കളിക്ക് അടുപ്പിച്ച് ജയിച്ച് വരുന്ന ഒരു ടീം ഞാൻ സത്യം പറഞ്ഞാൽ അതൊരു ടൈറ്റിൽ ചാലഞ്ചിങ് ടീമായിട്ടാണ് ഞാൻ കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ആസ്റ്റൺ വില്ല ആക്ച്വലി ഒരു ടൈറ്റിൽ ചാലഞ്ച് നടത്താൻ വേണ്ടി ഒരു ടീമാണ്. അവർക്ക് അങ്ങനെ വലിയ ഭയങ്കര ടഫായിട്ടുള്ള ഫിക്സ്ചേഴ്സ് ഒന്നും ഈ മിഡ് വീക്കിലൊന്നും വരുന്നില്ല. ഈവൻ ദോ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് യൂറോപ്യൻ ഫുട്ബോളൊക്കെ കളിക്കണമെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ലെവലിലൊന്നും അവർക്ക് അങ്ങനെ ടഫ് കോമ്പറ്റീഷൻ ഒന്നും നടക്കുന്നില്ല. മേ ബി അവർക്ക് വേണമെങ്കിൽ ഇത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആസ്റ്റൺ വില്ലയ്ക്ക് പ്രീമിയർ ലീഗിലോട്ട് വേണമെങ്കിൽ ഒരു ടൈറ്റിൽ ചാർജ് നടത്താൻ പറ്റും. ഇപ്പം ഞാനവരുടെ ലാസ്റ്റ് കളി ഒരു ബിഗ് ടീമിനെതിരെ കളിച്ച കളി ആഴ്സണലായിട്ടായിരുന്നു. അതിൽ 2-1 നമുക്കറിയാം ആസ്റ്റൺ വില്ല ജയിച്ചു. അതൊരു ഐക്കോണിക് സെലിബ്രേഷനൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ഡൈയിങ് മൊമെൻറ്റ്സിലാണ് ആസ്റ്റൺ വില്ല കളി ജയിച്ചതും. അപ്പോൾ ആഴ്സണൽ പോലെ ടൈറ്റിലിന് വേണ്ടി പോകുന്നൊരു ടീം അവിടെ പോയിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ സ്ട്രഗ്ലിംഗ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റിയൊരു ടീം സ്വാഭാവികമായിട്ട് അവിടെ പോയിട്ട് പൊട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു എക്സ്പെക്ടേഷൻ വെക്കേണ്ടതെന്ന് പറഞ്ഞത്. കാരണം ഒരു വിൻ സിറ്റുവേഷൻ വളരെ കുറവായിരിക്കും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 12 പ്രാവശ്യം നമ്മൾ ആസ്റ്റൺ വില്ലയായിട്ട് മീറ്റ് ചെയ്ത സമയത്ത് ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ തോറ്റിട്ടുള്ളൂ. ബാക്കി 11 പ്രാവശ്യം നമ്മൾ ഈതർ ഡ്രോ ആയിട്ട് അല്ലെങ്കിൽ വിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാ കളിയും നമ്മൾ ജയിക്കണം. ആസ് എ ക്ലബ്, ആസ് എ യുണൈറ്റഡ് ക്ലബ് എല്ലാ കളിയും നമ്മൾ ജയിക്കണം. പക്ഷേ ഇപ്പോഴത്തെ ടീമിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ടും പിന്നെ നമുക്കറിയാം അമാദ്, എംബൂമോ ആൻഡ് മസ്റാവി ഇല്ല. അവരെല്ലാം മാഫ്കോണിന് പോവുകയാണ്. ആസ്റ്റൺ വില്ലയ്ക്കാണെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. ആസ്റ്റൺ വില്ലയുടെ സ്ട്രോങ് ടീമിനെ തന്നെ അവർ ഇറക്കും. പിന്നെ ഞാൻ ഈ കവർ പിക്ചറിൽ കാണിച്ച പോലെ മോർഗൻ റോജേഴ്സ് തന്നെയാണ് അവരുടെ കീ വെപ്പൺ. കാരണം അന്യായ ഫോമിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഇപ്പോൾ മോർഗൻ റോജേഴ്സ്. നമ്മളിലാണെങ്കിൽ വാട്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു സീ ഈസ് കോബി മെനു കളിക്കും എന്നുള്ളതാണ്. കാരണം ഫ്രീ കോബി മെനു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കൊരു ടീഷർട്ട് ഇറക്കേണ്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കോബി മെനുവിന് വേണമെങ്കിൽ സംഭവിക്കാം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കസമിറോ നമുക്കറിയാം ഈ കളി കളിക്കുന്നില്ല, സസ്പെൻഡഡ് ആണ്. കസമിറോയ്ക്ക് പകരം കോബി മെനു ഈ കളി കളിക്കുക എന്നുള്ളത് നമ്മൾ നോക്കി കണ്ടിട്ട് സംഭവമാണ്. കോബി മെനു കളിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇതൊരു ഗുഡ് റൺ ഓഫ് ഗെയിംസ് കോബി മെനു കിട്ടുന്നൊരു സാഹചര്യം കാണുന്നുണ്ട് നന്നായി കളിച്ചാൽ. സോ അതുകൊണ്ടാണ് ഞാൻ മോർഗൻ റോജേഴ്സിനും അതേപോലെ തന്നെ കോബി മെനുവിനും എൻ്റെ കവർ പിക്ചറിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ മിഡ്ഫീൽഡ്, അതായത് ആസ്റ്റൺ വില്ലയുടെ മിഡ്ഫീൽഡ് വളരെ സ്ട്രോങ് ആണ്. അതിൽ നമ്മുടെ ഒനാന, അതേപോലെ തന്നെ കമാറ എന്നൊക്കെ പറഞ്ഞ നല്ല നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. നല്ല മൊബൈലായിട്ട് പന്ത് മൂവ് ചെയ്യാൻ പറ്റുന്നതും ഫിസിക്കാലിറ്റി കാണിച്ചുകൊണ്ട് പന്ത് വിൻ ചെയ്യാൻ പറ്റുന്നതും ഡിവൽസ് വിൻ ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡേഴ്സ് അവർക്കുണ്ട്. പിന്നെ മെഗിൻ അവർക്ക് കളിക്കുന്നുണ്ട്. മെഗിൻ മിഡിലോട്ട് ഡീപ്പായിട്ട് ഇറങ്ങി വന്ന് ഒരു 4-4-2 സിസ്റ്റം അല്ലെങ്കിൽ ഒരു 4-3-3 സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലെയറാണ് മറ്റേ മെഗിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ മോർഗൻ റോജേഴ്സ് മിഡ്ഫീൽഡിലൂടെ ഇറങ്ങി വന്ന് പന്ത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ അവർ കളിക്കുന്ന ഫോർമേഷൻ 4-2-3-1 ആണെങ്കിലും അവർക്കത് 4-3-3 ആക്കാനും 4-4-2 ആക്കി മാറ്റാനോ അത്ര വലിയ ഡിഫിക്കൽട്ടി ഇല്ലാത്തൊരു ടീമാണ് ആസ്റ്റൺ വില്ല. ഏത് നിമിഷം അവർക്ക് വേണമെങ്കിൽ ഫോർമേഷൻ മാറാം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പല ടീംസും ആസ്റ്റൺ വില്ല ഗ്രൗണ്ടിൽ പോയിട്ട് സ്ട്രഗിൾ ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ അവരുടെ ആഴ്സണലിനായിട്ട് കളിച്ച ഫോർമേഷൻ നോക്കുകയായിരുന്നു. അവർ കളിച്ചത് 4-2-3-1 ഫോർമേഷനാണ്.
അതിൽ പല സ്ഥലത്തും എനിക്ക് തോന്നുന്നത് ആസ്റ്റൺ വില്ല 4-4-2 ഫോർമേഷനായി മാറുന്നുണ്ടായിരുന്നു. അതായത് യൂറി ടിൽമെൻസും അതേപോലെ തന്നെ വാട്കിൻസും ഫ്രണ്ടിൽ രണ്ടായിട്ട് നിന്നുകൊണ്ട് മോർഗൻ റോജേഴ്സും മെഗ്ഗിനും ആക്ച്വലി ഡീപ്പിലോട്ടും മിഡ്ഫീൽഡിലോട്ട് ഇറങ്ങി വന്നൊരു 4-4-2 ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വളരെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒനാന അല്ലെങ്കിൽ കമാറ പറഞ്ഞ മിഡ്ഫീൽഡേഴ്സ് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഡിഫൻഡറായി മാറി കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 5-3-2 ഫോർമേഷനായി മാറാനും പറ്റാവുന്നൊരു ടീമാണ് ഈ ആസ്റ്റൺ വില്ല. സോ വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്നൊരു ടീമാണ്, വളരെ പ്രാഗ്മാറ്റിക് ഫുട്ബോൾ കളിക്കുന്നൊരു ടീമാണ് ആസ്റ്റൺ വില്ല. ഭയങ്കര ഒരു ടിക്കി ടാക്ക, ഭയങ്കര പൊസഷൻ ബേസ്ഡ് ഫുട്ബോളൊന്നും അവർ കളിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ അധികം പന്ത് നിൽക്കില്ല. പന്ത് നമുക്ക് തന്നുകൊണ്ട് അവർ നമ്മളോട് അറ്റാക്ക് ചെയ്യാനാണ് പറയുക. അവർ ബാക്കിൽ സ്പേസ് കണ്ടെത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ പന്ത് മൂവ് ചെയ്ത് 1-2-3 പാസസിനുള്ളിൽ അവർ ഗോൾ അടിക്കാൻ നോക്കാറാണ് പതിവ്. പിന്നെ ഭയങ്കരമായിട്ടുള്ള പ്ലേയേഴ്സ് അവർക്കുണ്ട്. മോർഗൻ റോജേഴ്സ്, അതേപോലെ തന്നെ ഒലേ വാട്കിൻസ്, ഒനാന, ഇങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ഔട്ട്സൈഡ് ദ ബോക്സും ഇൻസൈഡ് ദ ബോക്സും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന, സെറ്റ് പീസും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സാണ് ഇവരൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമാണ് ആസ്റ്റൺ വില്ല. ഇപ്പോൾ ഞാനിവരുടെ ആഴ്സണലിനെതിരെ ഒരു ഗെയിം എടുക്കുമ്പോൾ ഞാനിത് കാണുന്നത് 47% മാത്രമാണ് പൊസിഷൻ ആസ്റ്റൺ വില്ലയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. 12 ഷോട്ട് എടുത്തിട്ടുള്ളൂ. എന്നാൽ ആഴ്സണലിനെ കൊണ്ട് 13 ഷോട്ട് അടുപ്പിച്ചിട്ടുള്ളൂ. സോ ഓൾമോസ്റ്റ് ഈക്വൽ എമൗണ്ട് ഓഫ് ഷോട്ട്സ് ആണ് അവർ പന്ത് കയ്യിലില്ലെങ്കിലും ഒരു ഗെയിമിൽ അവരെങ്ങനെ ഗെയിം മാനേജ് ചെയ്യുന്നത്. ഇതിൽ ആഴ്സണൽ ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയും. എന്ത് തോന്നി ഈ ആഴ്സൺ വില്ലയുടെ കളി കണ്ടതിന് ശേഷം? അത് നിങ്ങൾക്ക് താഴെ ഒപ്പീനിയൻ പറയാൻ. കാര്യം നമുക്കൊരു ലെസൺ ആയിരിക്കും എന്താണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളത്. സോ ഞാനതാണ് പറയാൻ പോകുന്നത്. യുണൈറ്റഡിനെ കുറിച്ച് അധികം ഞാൻ ഡീറ്റെയിൽഡ് പറയുന്നില്ല. കാരണം നമ്മൾ ആകെ നോക്കിക്കാണുന്നൊരു സംഭവം ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പേഴ്സണൽ നോക്കിക്കാണുന്ന മെയിൻ കളിക്കും എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ എല്ലാ യുണൈറ്റഡ് ഫാൻസ് നോക്കിക്കാണുന്നൊരു സംഭവം, ആഫ്കോൺ തുടങ്ങി, എന്തായാലും ആഫ്കോണിലുള്ള പ്ലേയേഴ്സ് പോയി. ആർ വി ഗോയിങ് ടു ചേഞ്ച് ദ ഫോർമേഷൻ എന്നാണ് നമ്മൾ നോക്കിക്കാണാൻ പോകുന്നത്. എസ്പെഷ്യലി ഈ മാച്ചിൽ എവേ ഗ്രൗണ്ടാണ്, ഫോർമേഷൻ മാറ്റാൻ പറ്റിയ സാഹചര്യമാണ്. ഹോമിലല്ല, നമുക്ക് വേണമെങ്കിൽ പ്രാഗ്മാറ്റിക്കായി ഡിഫെൻഡ് ചെയ്യാം ഈ കളി. അതുകൊണ്ട് തന്നെ ഒരു 4-4-2, 4-3-3, 5-3-2, 5-4-1 എന്നൊക്കെ നമുക്ക് കളിച്ച് നോക്കാം. ഈ 3 at the back മാറി 4 at the back ആവും എന്നുള്ളതാണ് കുറേ ഫാൻസ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അവർക്കത് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു 4 at the back സിസ്റ്റം അമോറിം ഈ കളിയിൽ കളിപ്പിക്കുമോ എന്നുള്ളത് കാണാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഹോപ്പ്ഫുള്ളി എന്ത് ഫോർമേഷനായാലും നമ്മൾ ഈ കളി ജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നു, ലീസ്റ്റ് ബോതേഡ്, ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ആണ് ഒരു വിൻ. നമ്മൾ മാക്സിമം ഒരു സമനില കിട്ടിയാൽ ഞാൻ ഹാപ്പി ആയിരിക്കും. 0-0, 1-1 ഐ ഡോണ്ട് കെയർ. പക്ഷേ എൻഡ് റിസൾട്ട് എനിക്ക് ഇവിടെ ആസ്റ്റൺ വില്ല ആയിരിക്കും ഫേവറേറ്റ്സ്, ഒരു സംശയം വേണ്ട. വി വിൽ ബി ദ അണ്ടർഡോഗ്സ്. നമ്മൾ അണ്ടർഡോഗ്സായിട്ട് കളിച്ച കളികളൊക്കെ നമ്മൾ പൊതുവേ ജയിച്ചിട്ടുണ്ട്. സോ നമ്മൾ അണ്ടർഡോഗ്സായി കളിക്കുകയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അധികം സ്റ്റാറ്റ്സോട് കിടക്കുന്നില്ല. ഞാൻ അഗെയിൻ ഫോർമേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ആസ്റ്റൺ വില്ലയുടെ ഫോർമേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അവർ വളരെ ഫ്ലൂയിഡായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. അവരുടെ കീ പ്ലെയർ ആരാന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കാണുന്ന 2-3 സിനാരിയോസ് എന്താണെന്നും ഈ മാച്ചിൽ നമ്മൾ നോക്കിക്കാണുന്ന സിനാരിയോസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് വല്ലതും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇത് വളരെ ഒരു ഷോർട്ട് മാച്ച് പ്രിവ്യൂ ആണ്. ആസ്റ്റൺ വില്ല വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആര് ജയിക്കും, എന്തായിരിക്കും ഫൈനൽ സ്കോർ, നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യൂ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. See you soon. This is Miraj signing off from Stratford Signal.